നീ ഇന്ന് വരുന്നുണ്ടോ? ഈ ഒരു സെന്റൻസ് ഒന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞേ. നീ ഇന്ന് വരുന്നുണ്ടോ? എങ്ങനെ ചോദിക്കും നമുക്ക് രണ്ട് ഓപ്ഷൻ ആണല്ലേ. അപ്പോൾ ലൈവായിട്ടുള്ള പ്രസന്റിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ട് ഓപ്ഷനിലാണ് ചോദിക്കുക. ഒന്ന് എന്ത് ചെയ്യും? ആർ യു കമ്മിങ് ടുഡേ? മറ്റൊന്ന് ഡു യു കം ടുഡേ? ഡു യു കമ്മിങ് ടുഡേ പറ്റുമോ? ഡു യു കമ്മിങ് ടുഡേ പറ്റൂല. കാരണം നോർമലി ഡൂല് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കമ്മിങ് ing ഉപയോഗിക്കാറില്ല. നമുക്ക് ഡൗട്ട് ഇതാണ്, ആർ യു കമ്മിങ് ടുഡേ ആണോ ഡു യു കം ടുഡേ ആണോ? ആർ യു കമ്മിങ് ടുഡേ ഇസ് ഇറ്റ് റൈറ്റ് ഓർ ഡു യു കം ടുഡേ? നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ റൈറ്റ് ഫോം ഈസ് ആർ യു കമ്മിങ് ടുഡേ? നിങ്ങൾ ഇന്ന് വരുന്നുണ്ടോ? അപ്പോൾ ഡു യു കം ടുഡേ എന്നൊരു സെന്റൻസിൽ എങ്ങനെ കറക്റ്റ് ആക്കാൻ പറ്റും? അതിന് കറക്റ്റ് ആക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഡു യു കം ടുഡേ മാറ്റിയിട്ട് എവരിഡേ ആക്കിയാൽ മതി. ഡു യു കം എവരിഡേ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഡൂല് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകൾ അധികവും നമ്മുടെ റുട്ടീനായിരിക്കും. നിങ്ങൾ റുട്ടീനായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇന്നലെ ഇന്നും നാളെയും, നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡൂല് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റുട്ടീനിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഡൂല് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഡു യു വാണ്ട് ടീ? ഡു യു വാണ്ട് കോഫി? അല്ലെങ്കിൽ ഡു യു ലൈക്ക് ഐസ്ക്രീം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റൂട്ടീനല്ല, പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് വേർഡ്സ് ആയ കാരണമാണ് നമ്മൾ, അതായത് ഒരു കണ്ടീഷനെ കുറിച്ച് സംസാരിക്കുന്ന വേർഡുകളായ കാരണമാണ് ലൈക്കും വാണ്ടൊക്കെ ing ഉപയോഗിക്കാതെ റൂട്ടീനിൽ ഉപയോഗിക്കാതെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനർത്ഥം നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഡു യു വാണ്ട് ഐസ്ക്രീം, ഡു യു ലൈക്ക് കോഫി, ഡു യു ലൈക്ക് ടീ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഷോർട്ട്ലി നമ്മൾ ഒരിക്കൽ കൂടെ അത് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നീ ഇന്ന് വരുന്നുണ്ടോ ചോദിക്കുന്നത് ആർ യു കമ്മിങ് ടുഡേ? അപ്പോൾ നീ എല്ലാ ദിവസവും വരാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു കം എവരി ഡേ? ഓക്കെ, താങ്ക് യു.